നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സാമ്പിളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് കേട്ടോ. ബാങ്കോക്കിലെ സഫാരി വേൾഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ സഫാരി വേൾഡിൽ നമുക്ക് നൂനുങ്സ് വില്ലേജിൽ കണ്ട എന്താ പറയുക കുറേ സ്റ്റാച്യൂവിനെയൊക്കെ നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ പറ്റും. ജിറാഫ്, പിന്നെ എന്താ കങ്കാരു, ഒറങ്കുട്ടാൻ, അങ്ങനെ ഒട്ടനവധി അനിമൽസിനെയൊക്കെ നമുക്ക് ഈ സഫാരി വേൾഡിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ സഫാരി വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇത് സഫാരി വേൾഡിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴി വേണം നമുക്ക് സഫാരി വേൾഡിനകത്തോട്ട് പോകാനുള്ളത്. രാജാവ്, ഈ രാജാവ് എല്ലായിടം ഉണ്ട്. രാജാവില്ലാതെ ഒരു കളിയുമില്ല. സഫാരി വേൾഡ് എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ജിറാഫിനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സ്റ്റാച്ചു ആണ്, പക്ഷെ നമുക്ക് അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ജിറാഫിനെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം സഫാരി വേൾഡ് കാണാൻ വന്ന കുട്ടികളാണ് കേട്ടോ. പൊളിയാ കേട്ടോ. ഇതെല്ലാം ഓപ്പൺ എയറിൽ തന്നെ വിട്ടിരിക്കുക കേട്ടോ മക്കാവുവിനെ. ഇത് നമുക്ക് ഏകദേശം കുറേ ഏക്കറുണ്ട് കേട്ടോ കറങ്ങി കാണാൻ. നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ മക്കാവോ പക്ഷി ഇരിക്കുന്നു കേട്ടോ. കരയൂ. അതിനിങ്ങനെ എന്താ പറയുക ഓപ്പൺ എയറിലാണ് വിട്ടിരിക്കുന്നത് കേട്ടോ. അതിവിടെ നല്ല അനുസരണയോടൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് പോകാനുള്ള ഏതൊക്കെ വഴികളാണെന്നൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ സ്ഥലത്താണ് ഓരോ സംഭവങ്ങളുള്ളത് എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ കുറച്ച് സ്റ്റോറുണ്ട്. അടിപൊളി ആംബിയൻസ് ആണ്. ഒരു കാടിൻ്റെ ഒരു പ്രകൃതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കഴുതകളൊക്കെ കുറച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ അതിനവർ നമ്മളെ 100 ബാത്താണ്. ഓറങ്കുട്ടാൻ ഷോ ഉണ്ട്, എലിഫൻറ്റ് ഷോ ഉണ്ട്, അങ്ങനെ കുറേ ഷോയൊക്കെ ഉണ്ട്. നമുക്കിവിടെ പക്ഷികളുടെ കൂടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് പക്ഷികളൊക്കെ വെച്ചും കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കുക. അതിനെല്ലാം 100 ബാത്ത് വെച്ച് നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ എന്തിനും ഫോട്ടോ എടുക്കാൻ കയറിയാലും അതിനെല്ലാം 100 ബാത്ത് അല്ലെങ്കിൽ 200 ബാത്ത് വെച്ച് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തുള്ളൊരു അക്വേറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ മത്സ്യങ്ങളൊക്കെ കാണാം. ഒത്തിരി മത്സ്യങ്ങളുണ്ടോ കൂട്ടത്തോടെ നിൽക്കുന്നതൊക്കെ കാണാം. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ബാഡ് ഷോയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. ബേർഡിൻ്റെ ഷോ ഒക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ നമുക്കടുത്ത് വരുന്ന വഴിക്ക് കാണാം. ജംഗിൾ വാക്ക്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഈ ജംഗിൾ വാക്കിലേക്കാണ് കേട്ടോ. ജംഗിൾ വാക്ക് ഇവിടെ ഓരോന്നിൻ്റെയും ഷോയുടെ ടൈമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഷോയുടെ ടൈമും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര്. എന്തോ ഒരു തന്നെ കൊക്കിനത്തിലുള്ള എന്തൊരു സംഭവമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സംഭവം കേട്ടോ. അടിപൊളി. അതിൻ്റെ ചുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. 2 കളറായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. കാണാനൊരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ ഇത്. കാണാൻ പോകുന്ന ഒറാങ്കുട്ടൻ ഷോ ആണ് കേട്ടോ. ഒറാങ്കുട്ടൻ ഷോ. ഒറാങ്കുട്ടൻ എന്താ ബോക്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒറാങ്കുട്ടൻ്റെ അടുത്തോട്ട് പോവാം. ഇതൊരു അടിപൊളി കാട് തന്നെയാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ കാടാണ്. അതാണ് എന്താ ജംഗിൾ വാക്ക് എന്നൊക്കെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ടോ ഇത് ഫുള്ള്. അതായത് നമ്മളൊരു കാട്ടിനകത്ത് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം? പാറയുടെ മുകളിൽ കണ്ടോ ചെടിയല്ല കേട്ടോ, പുല്ല് പിടിച്ച് കിടക്കുന്നതാണോ ചെടിയാണോ എന്നറിയില്ല. അടിപൊളിയാട്ടോ. ഒരു ഗുഹ പോലെയൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത്. ഫോട്ടോയ്ക്കൊക്കെ അടിപൊളി സ്ഥലമാണ്. എൻ്റെ അടുത്ത് ചെറിയൊരു കുളം എന്തൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്.
ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടൽക്കാടാണെന്നേ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തായ്ലൻഡിൽ വന്നിട്ട് എന്ത് ഷോ കാണാൻ പോവാ? എലിഫന്റ് ഷോ. അപ്പൊ നമ്മൾ നേരത്തെ ഒറാങ്കുട്ടൻ ഷോ ഒക്കെ കണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു? എലിഫന്റ് ഷോ. പൊളിയായിരിക്കും എന്ന് വിചാരിക്കണല്ലേ? നമ്മളിതിനു മുമ്പ് നമ്മളൊരെണ്ണം കണ്ടായിരുന്നല്ലോ, മറ്റേ നൂനൂസ് വില്ലേജിൽ ഒരു എലിഫന്റ് ഷോ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് അതിനേക്കാളും അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. Elephant lighting 300 baht, elephant feeding 150 baht. Selain isi shows was famous one is by Siba. Ada depan di bawah Skyward Sugar. Danช่วงนี้ผู้มีเกียรติกันว่าจะที่นั่งอยู่บนเตียงสังฆาราสิ่งของของท่านในผมตัวนี้ครั้งนึงค่ะและก็ช่วงนี้ชุดต่อไปส่งทางจรกรรมโชว์ค่ะที่หลังช้าไว้300 บาทค่ะ. അവസാനം വന്നിട്ട് എലിഫന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെള്ളം അങ്ങെടുത്തങ്ങ് ചീറ്റുന്നുണ്ട്. അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എലിഫന്റ് ആ വെള്ളത്തിൽ നമ്മൾ മൊത്തം നനച്ചെടുക്കും കേട്ടോ. പൊളിയായിരുന്നു അത്. അവസാനത്തെ അത്ര പക്കയായിരുന്നു അല്ലേ? ആ വെള്ളത്തിൽ അതിനടുത്ത് ഫോട്ടോ എടുക്കാൻ പോയവരെല്ലാവരും എന്ത് ചെയ്തു? അത് നനച്ചങ്ങെടുത്ത് കുളിപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മളിവിടെ എന്താ പറയുക, സഫാരി വേൾഡിൽ വന്നിട്ട് ആനയുടെ കുളിപ്പീരും കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഇതേപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഈ സഫാരി വേൾഡിനകത്തുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലേ? അത് നമ്മൾ ഇന്നലെ മഴ പെയ്താന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി വൈകിട്ട് നമുക്ക് അവിടെ നമ്മൾ റൂമിൽ ബാങ്കോക്കിൽ നിന്നപ്പോൾ മഴ ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കാം. പിന്നെ അത് മൊത്തം ഒരു പിന്നെ ഇത് ഫോറസ്റ്റ് എന്ന് പറയുന്ന കാടാണല്ലോ, അതുകൊണ്ട് മഴയൊക്കെ ഉണ്ടാവും അല്ലേ? വയലന്റ് ആണോ സൈലന്റ് ആണോ? പാലക്കാടാണെങ്കിൽ നമുക്ക് സൈലന്റ് ആക്കാം, ഇവിടെ നമുക്ക് വയലന്റ് ആക്കാം അല്ലേ? മൂന്നാല് കളറുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള ഫീഡ് ചെയ്യാം. നമ്മൾ കാശ് കൊടുക്കുക, അവർ സാധനം തരും, അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഫീഡ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ. ഇപ്പം കങ്കാരു എന്നാ നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഒരെണ്ണം ഓടുന്നുണ്ടോ? നമുക്കപ്പോൾ തായ്ലൻഡിൽ വന്നാലും കങ്കാരുവിനെ കാണാൻ പറ്റും കേട്ടോ. ഓസ്ട്രേലിയയിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അടിപൊളിയാണോ? അതിങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുക കേട്ടോ. ഫ്ലമിംഗോ ഒറ്റക്കാലിൽ നിന്ന് വേഗം ഇങ്ങനെ കൊത്തി പറിക്കുക ആശാന്മാർ. അപ്പുറത്ത് അവർക്ക് കിടക്കാൻ വേണ്ടി എന്താ കുളമൊക്കെ ഉണ്ട്. ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ, ഒത്തിരി എണ്ണം ഉണ്ടോ? ഒരുപാട് എണ്ണം ഉണ്ട്. കൂട്ടത്തോടെ നീങ്ങുന്നത്. അതിൻ്റെ കളർ കണ്ടായിരുന്നു, ഒരുമാതിരി ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്, പിന്നെ വൈറ്റ് എല്ലാം കൂടി മിക്സായി ബ്ലാക്ക്. എൻ്റെ കാലെന്താ നീളം നോക്കി, പൊളിയാണ് കേട്ടോ. അപ്പുറത്തത് ഒരുത്തം പറക്കുന്നുണ്ട്. കണ്ടോ പാവം രണ്ടുപേരും വിഷമിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. ഒരാൾ എന്താ കമ്പിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നതോ കിടക്കുന്നുണ്ട്. ഒരാൾ അത് മേളിലിരിപ്പുണ്ട് കേട്ടോ. അച്ഛൻ, അമ്മ, മക്കൾ. വേറൊരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വേറൊരു സംഭവം കാട്ടിത്തരാവേ. കണ്ട തൊപ്പി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ ഒറാങ്കുട്ടൻ്റെ ഫ്രണ്ടിലത്തെ വഴിയിലത്തേക്ക് ഉള്ള ഒരു സംഭവം കേട്ടോ. ഇങ്ങനെ തൊപ്പി ഇങ്ങനെ വാരി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് അടിച്ച് പൊളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണമെന്നല്ലേ? ഞാൻ പറയാം, റോയൽ സ്കൈ ഹോളിഡേയ്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഹാരിസിക്ക നിങ്ങൾക്ക് വേണ്ട എല്ലാ
സജ്ജീകരണങ്ങളും ചെയ്തു തരും. ഒന്നിനൊരു കുറവുണ്ടാവൂല. കംപ്ലീറ്റ് ഫ്രീഡും ഉണ്ട്. അതായത് 5 ദിവസത്തെ ട്രിപ്പായിരിക്കും. എല്ലാ മാസവും അവർക്കൊരു ഷെഡ്യൂളുണ്ട്. നിങ്ങൾക്കല്ലാതെ ഇൻഡിവിജ്വലായിട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, അവരത് ഹെൽപ്പ് ചെയ്ത് തരും. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട, വരിക, ഓറംഗുട്ടൻ്റെ അവിടെ നിൽക്കുക, ഇതേപോലെ ഫോട്ടോ എടുക്കുക. ഓറംഗുട്ടൻ്റെ ഷോ ഇതേപോലെയൊക്കെ കാണാം. 700 ബാത്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഓറാങ്കുട്ടന്മാർ മറ്റേ വലുതില്ലേ, ആശാന്മാർ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടൊക്കെ തല്ലുകൂടി ആ കൂട്ടിൽ 4 ഭാഗത്തായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ വിഷമമായിരിക്കും, പ്രശ്നമായിരിക്കും വീട്ടിലെ കുടുംബ പ്രശ്നം. അതെ അതെ, നമ്മൾ ഇടപെടണ്ട കേട്ടോ. നമ്മുടെ മാത്രമല്ല കേട്ടോ, ഓറംഗുട്ടൻ്റെ ഉണ്ട് പ്രശ്നം. സഫാരി സ്റ്റേഷൻ, അങ്ങനെ ഒരു സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തായ്ലൻഡിലെ കുറെ കുട്ടികൾ കേട്ടോ. റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടോ, അടിപൊളിയാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണോ? ആഹാ, ഇത് റെസ്റ്റോറൻ്റ് തന്നെയാണോ? അതോ ഷോപ്പ് വല്ലതും ആണോ? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡും ബാക്കിയുള്ളവരെല്ലാവരും നേരത്തെ പോകുന്നായിരുന്നു. നമ്മളവിടെ ഇവിടെ കറങ്ങി നിന്നതിൽ എവിടെയാണ് നമ്മുടെ എന്താ പറയുക റെസ്റ്റോറൻ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ വേറൊരിടത്ത് ഇപ്പോൾ കയറി പോയതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങോട്ട് വന്നത്. സവർണ ഗ്രാൻഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം കഴിച്ച് എണീക്കാറായി കാണും. എന്തായാലും നമുക്ക് നോക്കാം, നമുക്കെന്തായാലും എടുക്കാം, ഫുഡ് എടുക്കാം. ഇവിടെ എവിടെയും കാണാം നമ്മുടെ ടീംസ്. റൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, റൊട്ടി, ലീവ്സ്, വെജിറ്റബിൾസ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ഇന്ത്യൻ ഡിഷസ് ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്തിനി എന്ത് ഷോ ഉണ്ടെന്ന് തപ്പാൻ വേണ്ടി പോവാണ് കേട്ടോ. ലഞ്ച് സൂപ്പറായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു, റൈസ്, റൊട്ടി, പിന്നെ ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, എല്ലാം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി സലാഡ്സ് കുറച്ചുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ കഴിച്ചു. ഇതൊക്കെ ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് വരുന്ന വഴിക്കുണ്ടോ അതേപോലെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ കണ്ടതുപോലത്തെ ഗെയിംസാണ്. നമ്മളതിൽ ബോളെടുപ്പെടുന്ന ആളെ എന്തിനാ താഴെത്തള്ളിയിടണം. ഇന്നത്തെ ദിവസം ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് ഈ സഫാരി വേൾഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് നേരെ സഫാരി വേൾഡ് കഴിഞ്ഞിട്ട് സഫാരി പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ്, വേർത്തിറങ്ങുകയാണ് കേട്ടോ. ഒരു നിവർത്തിയില്ല, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചൂടോടെ ചൂടാണ്. അപ്പോൾ സഫാരി പാർക്കിൽ ഇല്ല, നമുക്ക് അനിമൽസിനൊക്കെ കാണാൻ പോകാം. നമ്മുടെ ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലിരുന്ന് വാഹനത്തിലിരുന്ന് അതിനെല്ലാം കാണാൻ പറ്റും. ഇതെന്തോ പക്ഷിയാണെന്നറിയില്ല കേട്ടോ. കുറേ പക്ഷികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഓപ്പൺ എയറിലാണ് കേട്ടോ. ഇതൊരു കാടിന് നടുക്കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പക്ഷികളും സിംഹവും കടുവയും എല്ലാം ഒക്കെ ഉള്ളത് ഇതിനകത്താണ് കേട്ടോ. സീബ്രയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടി കറങ്ങി നടക്കുക കേട്ടോ. കുറേ പക്ഷികളുണ്ട്. കൊള്ളാലോ. ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ പറ്റിയൊരു ആവാസ വ്യവസ്ഥയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലായത് ഇവിടെയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ, ക്ലോസിംഗ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ 9:30 തൊട്ട് 4:30 വരെ ആയിട്ടാണ് കേട്ടോ. ഏതോ ഒരു ദിവസം വീക്കെൻഡ് ദിവസങ്ങളിൽ 5 o'clock വരെ എന്തോ ഒരു അലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് ജിറാഫിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജിറാഫിനെ ഫീഡ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. നമ്മളിപ്പം ബസ്സിലിരുന്ന് കണ്ടു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഴ നനയാതിരിക്കാൻ ഷെൽട്ടർ.
This one the first section, and then second one, the second section you can see all kind of Sambadia, Impala, backpack, Nilkai. മാനും അതിൻ്റെ ഷെൽട്ടർ ഉണ്ടോ ഓലയൊക്കെ ഇട്ട് മേഞ്ഞ്. ആ ഒരെണ്ണത്തിൻ്റെ വലിയ കൊമ്പുണ്ട്. അത് മാനാണോ? അത് മാനല്ല കേട്ടോ, അത് മാനല്ല, വേറെന്തോ സംഭവം. ആ കൊമ്പ് നോക്കി, അത് നല്ല ഭയങ്കര കട്ടിയുള്ള കൊമ്പ്. ചെറിയ കൊമ്പുകളാട്ടോ എല്ലാത്തിനും. കൊക്കുകൾ മീനൊക്കെ പിടിച്ചിങ്ങനെ കഴിയുക. ഇതെന്താ പശുവാണോ? കാള വലിയ കൊമ്പുള്ള കാള, പുള്ളിമാന്. ഇവിടെ കൂടുതൽ ഇതുപോലത്തെ പക്ഷികളാണ് കൂടുതലുള്ളത് കേട്ടോ. മാനൊക്കെ കൂടുതലുണ്ടെങ്കിലും പക്ഷികൾ ഒത്തിരി ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി. ഇവിടെയാണെങ്കിൽ ഒരു സിംഹം കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഉച്ച മയക്കമാണെന്നാണ് തോന്നുന്നത്. ഇതേപോലെ തുറന്നാണ് ഇതിനെ വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവഴി സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഏതാണ്ട് കുറേ കിടപ്പുണ്ടല്ലോ സിംഹങ്ങൾ. ആഹാ, എല്ലാണോ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാണോ ഇതാ ഒരു 5, 6, 7 ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. You want to? You can go, but you don't let them come in. ടൈഗർ ആഴ്ച ഇവിടെ ഒളിച്ചു കിടക്കുന്നുണ്ട്.